ഇടുക്കിയിൽ മഴയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മണിക്കൂറായി തൊടുപുഴയിൽ ശരാശരി മഴ, മോഡറേറ്റ് ആയിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതിലും ശക്തമായ മഴയായിരുന്നു അല്പസമയം മുമ്പ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ലോ റേഞ്ചിലാണ് ശക്തമായിട്ടുള്ള മഴയുള്ളത്. ഹൈ റേഞ്ച് മേഖലയിൽ പ്രത്യേകിച്ച് മൂന്നാറിലും രാജാക്കാടും രാജകുമാരിയിലും ഒന്നും മഴയില്ല. തെളിഞ്ഞ കാലാവസ്ഥയാണ് അവിടെയുള്ളത്. പകരം അതിന്റെ താഴത്തേക്കുള്ള പ്രദേശത്ത്, പ്രത്യേകിച്ച് ചെറുതോണി ഉൾപ്പെടെയുള്ള മേഖലയിൽ നേരിയ മഴ പെയ്യുന്നുണ്ട്. തൊടുപുഴയിൽ താരതമ്യേന ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. ഇതിലും ശക്തമായിട്ടുള്ള മഴയായിരുന്നു അല്പസമയം മുമ്പുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും മേഖലയിൽ യാതൊരു തരത്തിലുള്ള അപകടവും മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ രാത്രികാലങ്ങളിൽ നിയന്ത്രണമുണ്ട്. വിനോദസഞ്ചാരികൾക്കടക്കം രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് നിയന്ത്രണം. ആ നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ രാത്രി യാത്ര ഒഴിവാക്കപ്പെടുകയും അത്തരം അപകടങ്ങൾ ഇത്തവണ ഉണ്ടായിട്ടുമില്ല. എന്തായാലും ഡാമുകളുടെ കാര്യമെടുത്താൽ ഡാമുകളുടെ അവസ്ഥ ആശങ്കപ്പെടുത്തുന്ന തരത്തിലൊന്നുമില്ല. പ്രത്യേകിച്ച് ഇടുക്കി ഡാമിലും മുല്ലപ്പെരിയാർ ഡാമിലും ജലനിരപ്പ് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ഈ കാലവർഷം ആരംഭിച്ചതിന് ശേഷം മാത്രം ഇടുക്കി ജില്ലയിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി ജയൻ, ഏതായാലും അത് വളരെ ആശ്വാസകരമാണ്. കോഴിക്കോട് നമുക്ക് KV രാഹുൽ ചേരുന്നുണ്ട്. മെഡിക്കൽ കോളേജിലാണുള്ളത്. രാഹുൽ KV, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ വെള്ളം കയറിയെന്നാണല്ലോ പറയുന്നത്. അവിടെ ഇപ്പോഴും ആ വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണോ? മോർണിംഗ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെള്ളം കയറിയത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. ഇന്നലെ രാത്രി ഒരു 3 മണിക്കൂറോളം സമയം മഴ പെയ്ത സമയത്താണ് ആശുപത്രിയിൽ വെള്ളം കയറിയത്. അതായത് ഇവിടെ പെയ്ത മഴവെള്ളം എങ്ങോട്ടും ഒഴുകിപ്പോയില്ല, നേരെ ആശുപത്രിക്കകത്തേക്ക് തന്നെ കയറി എന്നതാണ്. ICUവിൽ വെള്ളം കയറി, കുട്ടികളുടെ വാർഡുകളിലൊക്കെ വെള്ളം കയറി, കുട്ടികളുടെ ഒബ്സർവേഷൻ റൂമിലൊക്കെ രാത്രി നമ്മൾ വന്നതാണ്. വലിയ അളവിലാണ് വെള്ളം കയറിയത്. അപ്പോൾ ഈ വാർഡുകളിലുണ്ടായിരുന്ന കുട്ടികളെയും അതുപോലെ രോഗികളെയും കുട്ടിരിപ്പുകാരെയും ഒക്കെ മറ്റൊരു വാർഡിലേക്ക് മാറ്റിയാണ് സജ്ജീകരണം ഒരുക്കിയത്. ICUവും ജീവനക്കാർ പെട്ടെന്ന് തന്നെ ഇടപെട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ശക്തമായി മഴ പെയ്തത് രോഗികളെ മാത്രമല്ല കൂട്ടിരിപ്പുകാരെ എല്ലാവരെയും വലിയ രീതിയിൽ തന്നെയാണ് വലച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ മുൻകാലങ്ങളിലും മഴക്കാലത്ത് തുടർച്ചയായി മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറാറുണ്ട്. അങ്ങനെ അനുഭവം ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇങ്ങനെ വളരെ പെട്ടെന്ന് വെള്ളം കയറുന്നത് ആദ്യമായാണ്. ഇത്രയും വലിയ അളവിൽ വെള്ളം കയറുന്നതും ആദ്യമാണ്. അതും ICUവിലും കുട്ടികളുടെ 2 വാർഡുകളിലും വെള്ളം കയറിയുന്നതാണ്. ഇപ്പോൾ കുട്ടികളെയൊക്കെ രാത്രി മറ്റു വാർഡിലേക്ക് മാറ്റുന്നത് വലിയ പ്രതിസന്ധിയാണ്, ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. പിന്നീട് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്താണ് വെള്ളത്തിൻ്റെ അളവ് കുറച്ചത്. പിന്നീട് ജീവനക്കാർ കൃത്യമായി ഇടപെട്ട് ക്ലീനിങ് ഒക്കെ പൂർത്തിയാക്കി. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് അറിയാവുന്നതാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ആശുപത്രിയാണ്. മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഒരുപാട് പ്രസവങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ കൂട്ടിരിപ്പുകാരായി ഇതുപോലെ കുറേ ആളുകളുണ്ട്. പുറത്ത് ആശുപത്രിയുടെ ഈ കോമ്പൗണ്ടിൽ തന്നെ പായൊക്കെ വിരിച്ച് കിടക്കുന്ന ആളുകൾ കൂടിയാണ്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്തത് ഈ പുറത്ത് ഉള്ള കൂട്ടിരിപ്പുകാരെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയെന്നതാണ്. ചേട്ടാ, രാത്രി അകത്ത് വെള്ളം കയറി, പുറത്തെ സ്ഥിതി എങ്ങനെ? നിങ്ങൾ ആരെവിടെയുള്ള? എൻ്റെ മകളാണ് ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന. ഇപ്പോൾ വെള്ളം പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതുകൊണ്ട് ഒരു വല്ലാത്തൊരു ഭീകരമായ സ്ഥിതിയാണ്. ഇനി തുടർന്ന് മഴ തുടക്കം തന്നെയാണ്. ഇപ്പോൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലും അധികൃതർ ചെയ്തിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായൊരു നടപടി ഉണ്ടാവണമെന്നാണ് പറയുന്നത്. പാടുപെട്ടിട്ട് കൃത്യമായി എല്ലാം വൃത്തിയാക്കി. അതെ, വൃത്തിയാക്കിയിട്ടുണ്ട്. രാത്രി എങ്ങനെ ഇവിടെ കിടക്കാനൊക്കെ പറ്റിയിട്ടില്ല. എല്ലാവരും ഇവിടെ നിന്ന് അധികം നിന്ന് അങ്ങോട്ട് അപ്പുറം ഇപ്പുറം നിന്നിട്ട് നേരം വെളുപ്പിക്കുക ചെയ്തത്. ഇപ്പം കിടക്കാനാകാത്ത സ്ഥിതിയായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു. രാത്രി ഇവിടെ അകത്ത് വെള്ളം കയറിയപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നോ? അകത്ത് വെള്ളം കയറിയപ്പോൾ ഉണ്ടായിരുന്നില്ല. എന്നാലും വലിയ മഴയാണ് ഉണ്ടായത്. ഇതുവരെ ഇല്ലാത്ത മഴയാണ് ഇത്. വലിയ ബുദ്ധിമുട്ട്. കാരണം വിരി വെച്ചതൊക്കെ വെള്ളത്തിലായി. വലിയ ബുദ്ധിമുട്ടിലാണ് ഉണ്ടായത്. പുറത്തല്ലേ? പുറത്ത് എവിടെയും പോകാനാകാത്ത ഒരവസ്ഥയിൽ എല്ലാവരും നിന്നെടുത്തില്ല. വലിയ മഴയാണ്. ഇതുവരെ ഇല്ലാതെ വലിയ മഴയാണ് പെയ്ത്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വെച്ച് കണ്ടിരുന്നു അല്ലേ? സംസാരിച്ചിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പിന്നീട് അതിന് ശേഷമുള്ള സ്ഥിതി? ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേനാണ് അവിടെ വെള്ളം പോയത്. ഉറങ്ങാനൊന്നിനും കഴിയാതെ പോയി. അതിൽ ഏകദേശം ഇപ്പോൾ രാത്രിയുള്ളവരൊന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും സ്ഥലമില്ലാത്തൊരു കോലത്തിൽ ഇവിടെ നിന്നാൽ ചെക്കിയിട്ട് ഓടിക്കാണ്. അതിൻ്റെ അപ്പോൾ ഇത് കിടക്കാനാണെങ്കിൽ തീരെ കഴിയൊന്നുമില്ല. പെയ്ത പുറത്ത് ബുദ്ധിമുട്ട് സ്ഥിരമാണ്. പക്ഷെ ഇപ്രാവശ്യം അകത്തും വെള്ളം കയറിയല്ലോ. ഉള്ളിൽ ഫുള്ള് വെള്ളമായിരുന്നു, കംപ്ലീറ്റ് വെള്ളമായിരുന്നു.
ഒന്നിനും കഴിയാത്ത പോലത്തുള്ള ഇപ്പോൾ എല്ലാം കൂടി പമ്പ് സെറ്റ് അടിച്ചിക്കണം ഒഴിവാക്കിയതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു നല്ലൊരു മയം കൂടി വന്നാൽ വീണ്ടും അതേമാതിരി തന്നെ അവസ്ഥ ആവുമെന്നാണ് തോന്നുന്നത്. മൊത്തത്തിൽ ആകെ ഒരു അലമ്പായി നടക്കുന്ന സീനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ രാത്രി ഇന്നത്തെ അവസ്ഥ എന്താവും എന്നറിയില്ല. ഇവിടെ വന്നിട്ട് 10 ദിവസത്തോളമായി ഇപ്പോൾ ഇവിടെ ഭരണിട്ട് വന്നാണ് അഡ്മിറ്റായി കിടക്കുകയാണ്. ഇതിപ്പോൾ ഇന്നലെ മുതലാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നത്. ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു മഴ വന്നാൽ തന്നെ അവിടെ നിന്ന് വെള്ളം പമ്പ് സെറ്റടിക്ക് അടിക്കുന്നുണ്ട്. പക്ഷേ ഇത്ര തോനെ അങ്ങനെ ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം ഇന്ന് വല്ലാതെ ഇതിലാണ് വെള്ളത്തിന് ഇവിടെ ഒരു മനുഷ്യൻ കിടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ തന്നെ കിടന്നതിൻ്റെ ഓരോരുത്തർ. ഇതുവരെ ഡൈനേജിൻ്റെ അവസ്ഥയാണ്. ഇതിന് അടിക്ക് പോയി കഴിഞ്ഞാൽ അതിനെക്കാട്ടി വലുതാണ്. അവിടെയൊക്കെ വെള്ളം പൊന്തിക്കൊണ്ട് കഴിഞ്ഞു. ഇപ്പം രാവിലെ വരെ ഒരു 2 മണി വരെയൊക്കെ അവിടെ വെള്ളം നല്ല പൊന്തി പിടിക്കുന്നു. ഇവിടെ നടക്കൽ തന്നെയാണ് പണി. ഉറക്കല്ലായിരുന്നു. ആ കോലാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നോക്കണം. മോത്തി ഈ വിധത്തിൽ തന്നെയാണ് ആശുപത്രിയിൽ എല്ലായിടത്തും വെള്ളം കയറിയാൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ആശുപത്രിയിൽ കയറി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. രോഗികളെ സംബന്ധിച്ച്, കൂട്ടിരിപ്പുകാരെ സംബന്ധിച്ച്. അതിനുശേഷം ഈ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ICU ഒക്കെ ആകുമ്പോൾ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കേണ്ട ഒരു സ്ഥിതി. അങ്ങനെ വലിയ പ്രതിസന്ധി തന്നെയാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഉണ്ടായത്. വളരെ പെടാപ്പാട് പെട്ടുകൊണ്ട് തന്നെ ജീവനക്കാർ അത് രാത്രി വൈകി കൃത്യമായി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കോഴിക്കോട് ജില്ലയുടെ ഒരു പൊതുചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി പെയ്ത മഴയുടെ അത്ര തീവ്രത രാവിലെ ഇല്ല എന്നുള്ളതാണ്. നഗരത്തിൽ ചിലയിടങ്ങളിൽ രാത്രി വെള്ളക്കെട്ടുണ്ടായിരുന്നു. മലയോര മേഖലയിലും ശക്തമായി തന്നെ മഴ പെയ്തു. നാദാപുരത്ത് മതിൽക്കെട്ടിടിഞ്ഞ് റോഡിലേക്ക് വീണിരുന്നു. കുറ്റ്യാടിയിൽ ടൗണിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും 4-ിലധികം കടകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. രാവിലത്തേക്ക് അതൊക്കെ ഒഴുകി നീങ്ങിയിട്ടുണ്ട്. വെള്ളക്കെട്ട് മാറിയിട്ടുണ്ട് എന്നത് ആശ്വാസകരമായ കാര്യമാണ്. മറ്റു അനിഷ്ട സംഭവങ്ങളില്ല എന്നതാണ് ഇന്നലെ രാത്രി ശക്തമായ പെയ്ത മഴയുടെ ഒരു പൊതുചിത്രമായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഉള്ളത്.